നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോഴല്ലേ മഹാരാഷ്ട്രയിലോട്ട് കയറിട്ടോ. കഴിഞ്ഞ നമ്മൾ കർണാടക ആണ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ കോലാപ്പൂർ കഴിഞ്ഞിങ്ങനെ പോവുകയാണ് പൂനെലോട്ട് കേട്ടോ. ഭയങ്കര കാറ്റാണ്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുമെന്ന് അറിയാൻ പോയാ. അപ്പോൾ നമ്മുടെ പുതിയൊരു ലോറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. അതിമനോഹരമായ സ്ഥലം കേട്ടോ. നമ്മളത് ജോൺസൺ മാഷ് ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്നുണ്ട്. എന്താ പറയാ, നമ്മളെ വണ്ടിയുടെ എടുപ്പ് ഒരു രക്ഷയില്ലാത്ത എടുപ്പായിട്ടോ. വണ്ടി ഇപ്പൊ കിട്ടിലെ ലുക്കായിട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞു. സെറ്റപ്പ് ആയില്ലേ മാഷേ? മാഷിപ്പോ സുന്ദരനായിട്ടുണ്ട് കേട്ടോ. കയ്യിലേക്ക് ഞങ്ങൾ മാറ്റിച്ചതാ. കിടിലൻ ട്രൗസറൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കരിമ്പ്, അങ്ങനെ കുറെ കൃഷികളൊക്കെയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി കണ്ടപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ചപ്പോൾ ഇവിടെ നിർത്തിയാണ്. ഇവിടെ എന്തുമാത്രം കാറ്റുണ്ടെന്ന് ഇതാണ്ടേ, ഇത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, അത്രയ്ക്കും കാറ്റടിക്കാം കേട്ടോ. നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ച് മാറി ഒതുക്കിയിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊരു സർവീസ് റോഡ് പോലെയാണ് കേട്ടോ. അതുകൊണ്ടാ പറയുക, കാറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കുക. ആ വണ്ടിയെ പോകുന്നില്ല അതിലുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം എന്തായി നിലവിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് കൊണ്ട് വണ്ടി നല്ല എടുപ്പായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ സൈഡൊക്കെ സ്റ്റിക്കറൊക്കെ ഇടയ്ക്കിടെ കാണിക്കണം. കുതിര അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ലോഡൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെന്തോ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇതെടുത്തോ കേട്ടോ, മറ്റേ കല്ലൂത്തി എടുത്തോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ പൂനെക്ക് പോവാം. ഇവിടെ അധികം നിന്ന് വീഡിയോ പറ്റില്ല, നല്ല കാര്യം അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അണ്ണൻ വണ്ടി പോകുന്നത്. മഴ പിടിക്കുന്നുണ്ട്. കയറാം. ചെറിയൊരു മഴയുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം. നമ്മൾ ഉച്ചത്തെ ആഹാരം കഴിച്ചില്ല. കുക്കിംഗ് ഒന്നും ഇപ്പം നടക്കത്തില്ല കേട്ടോ. മഴയാണ്. മഴയത്ത് ഒരു പരിപാടി നടക്കത്തില്ല. കുക്കിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. വെളിയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നടക്കത്തില്ല. കാരണം വന്ന സമയത്ത് എല്ലാം മഴയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. ജോൺസൺ മാഷ് ഭയങ്കര അധ്വാനിയാണ് കേട്ടോ. കല്ലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടോ. ആ നഖം കാണിച്ച കയ്യിലെ, ഈ നഖം കണ്ടറിയാം എന്തുമാത്രം പണിയെടുക്കുന്നുണ്ടെന്ന്. ആദ്രയുടെ ക്യൂടെക്സ് ഒക്കെ വാരി തേച്ചിട്ടുണ്ട്. അപ്പൊ നഖം കണ്ടറിയാമല്ലോ ജോൺസൺ മാഷ് എന്തുമാത്രം ഹാർഡ് വർക്കർ ആണെന്ന് അല്ലേ. മാഷ് പിള്ളേരെ പറ്റിക്കുന്നതല്ലേ, നമ്മളെ പറ്റിക്കും കേട്ടോ. അപ്പൊ വണ്ടി ഡോറൊക്കെ തുറന്നപ്പോഴത്തേക്ക് സെറ്റപ്പ് ലുക്കായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കല്ലെടുത്തോണ്ടിരിക്കുകയാണ്. മാഷ് കല്ലെടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കല്ല് കയറും. കാരണം ഇത് വലിയ ടയറായതുകൊണ്ട്. ഇത് നല്ല ടയറാട്ടോ, മിഷീനിൻ്റെ ടയറാണ്, പുത്തൻ ടയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ കല്ല് പെട്ടെന്ന് ഇത് നല്ല ഗ്യാപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് കല്ല് കയറും. ബാക്കി ടയറിലൊന്നും അത്ര വലിയ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ടയറിൽ പെട്ടെന്ന് കയറും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വണ്ടി എടുക്കുക, പോവുക. ഇതുണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടോ നല്ല അത്യാവശ്യം നല്ല കുഴിയാണ് കേട്ടോ. റോഡ് പണി നടക്കുന്ന സ്ഥലമാണ്, സർവീസ് റോഡാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികം ചേർത്ത് നിർത്തിയില്ല, എന്നാൽ നമ്മൾ ഒതുക്കി നിർത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. നല്ല ഭംഗി, നല്ല കാലാവസ്ഥ കേട്ടോ മഹാരാഷ്ട്രയിൽ. ഇപ്പം അതേപോലെ മഹാരാഷ്ട്രയായിട്ടേ തോന്നുന്നില്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത് അല്ലേ. നല്ല സുഖമുള്ള കാലാവസ്ഥ, നല്ല ഭംഗിയുള്ള കാഴ്ച, നല്ല പച്ചപ്പ്, നല്ല ആകാശം, തെളിഞ്ഞ ആകാശമുണ്ട്. ഒരു പാലക്കാട് ടച്ച് ഉണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാല്. അതെ നെല്ലിന് പകരം ഫുള്ള് കരിമ്പാണ് കേട്ടോ. അപ്പൊ എന്നാല് മാഷ പോയാലോ? ചെല്ലി കഴിഞ്ഞില്ല, എന്നാ നമുക്ക് കൂടെ സഹായിക്കാം. മാഷിനെ ഒറ്റയ്ക്ക് ഇനി കഷ്ടപ്പെടുത്തിട്ട്. മാഷിന്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാം മാഷ് എന്തുമാത്രം പണിയെടുക്കും. നല്ലതാ. ഇസ്തിരി ചുളുകിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരു ഡ്രൈവറിന്റെ ഇസ്തിരി തുളുങ്ങാതെ നിൽക്കുന്ന ഡ്രൈവർ. മാഷ് തകർക്കുവാണ്. അപ്പോൾ നമ്മളെ കല്ലെടുപ്പ് പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടോ. ഹൈവേയിൽ വലിയ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കേൾക്കാൻ. നമ്മൾ സിനിമാക്കാരൊക്കെ അത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പോവാണ് കേട്ടോ. ഐശ്വറും മഹീന്ദ്ര. കയറിക്കോ പോവാ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു, ഇറങ്ങി. നമുക്കിത് കുറേ ദൂരം ഉണ്ട് കേട്ടോ. നമ്മൾ മിക്കവാറും ഇന്ന് രാത്രി ആവും അവിടെ എത്താന്.
നല്ല കാറ്റടിക്കുന്നുണ്ടോ? അതെങ്ങാണ്ട് അറിയാം, നല്ല കാറ്റ്. ഇപ്പൊ നമ്മള് ഗ്ലാസ് ഒക്കെ അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പൊ അകത്ത് വലിയ കാറ്റില്ലാത്തത്. അപ്പൊ അങ്ങനെ വണ്ടി എടുത്തു. നിങ്ങൾ ബാക്കിൽ ഒരു കുതിര വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. ആ സ്റ്റിക്കറിന്റെ ഇതല്ലേ? രസമല്ലേ? ആ രസമുണ്ട്, പൊളിയല്ലേ? ആ ഇടയ്ക്ക് ആരും അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നും പെട്ടെന്ന് രാത്രിയൊക്കെ. അപ്പൊ മോശമാണെന്ന് പറയരുത്. അതെ അതെ, മോശമാണെന്ന് പറയരുത്, എല്ലാം നല്ലതാണ്. അപ്പൊ നമ്മളിനി കൊലാപ്പൂർ വഴി, കൊലാപ്പൂർ കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നു കേട്ടോ. നമുക്കിവിടെ അടുത്തുള്ള, ഞാൻ നല്ല പരിചയമുള്ള പേര് കൊലാപ്പൂർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വേറെ എന്തോ ചെറിയ പേരാണ് ഈ ഗ്രാമത്തിന്റെ. അപ്പുറ സൈഡൊക്കെ നമുക്ക് ഇതോടെ മനോഹരമായ മലകളൊക്കെ കാണാം. ഫുള്ള് മലകളും പച്ചപ്പും തന്നെയാണ് കേട്ടോ ഈ റൂട്ട്. അടിപൊളിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത്, പൂനെ റൂട്ടിൽ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ എടുത്ത സ്ഥലങ്ങളൊന്നും അല്ല, ഇതെല്ലാം പുതിയതാണ്. നമ്മൾ ആദ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്, നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ ജോൺസൺ മാഷിന്റെ പുതിയ ലുക്കൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമന്റ് ഒക്കെ ചെയ്യണം എല്ലാവരും, അല്ലേ? സുന്ദരനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഈ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുമ്പേ ജോൺസൺ മാഷിന് അറിയാം കഥ. ഈ വണ്ടി ഈ റൂട്ടിൽ ഓടിയ സമയത്ത് എന്തൊരു സംഭവം നടന്നായിരുന്നു, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു സംഭവം? അതൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ പിന്നെ പ്ലൈവുഡ് കൊണ്ട് തന്നെ വന്നത്. പ്ലൈവുഡ് കൊണ്ട് തന്നെ? ആ, പ്ലൈവുഡ് കൊണ്ട് ലോഡ് വന്നപ്പോ പിന്നെ അവര് അവിടുന്ന് കൈ കാണിച്ചു നിർത്താൻ വേണ്ടിട്ട്. ബൈക്കിൽ വരുന്ന ആൾക്കാര് ബൈക്കിൽ വന്ന് പറഞ്ഞാൽ അവര് നമ്മളവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ നിർത്താതെ, നമ്മൾ വണ്ടി നിർത്താതെ പോയി. ഞാനുണ്ടായിരുന്നില്ല, പിന്നെ വേറെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവര് പിന്നെ വണ്ടി നിർത്താതെ പോയി. വണ്ടി നിർത്താതെ പോയിട്ട് പിന്നെ ഇവര് പുറകെ വന്നു. അവിടെ എവിടെ ഒരു ബ്ലോക്ക് കിട്ടിയ സമയത്ത് അവര് വന്നിട്ട് സൈഡ് ഗ്ലാസും മെയിൻ ഗ്ലാസ് ഒക്കെ അവര് എറിഞ്ഞു പൊട്ടിച്ചു. മൊത്തം ഞാൻ കണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോ കണ്ടായിരുന്നു കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം ഫുള്ള് പൊട്ടിച്ചു. കാരണം ഇവിടെ എല്ലാം കള്ളന്മാരുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡീസൽ കക്കുക, അതുപോലെ തന്നെ എന്തും വണ്ടിക്കകത്ത് എന്തുണ്ടായാലും. നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ വരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ മൊബൈലൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ ഈ നമ്മളെ വണ്ടി പിന്നെ കുഴപ്പമില്ല, കാരണം ഇത് എളുപ്പം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ തമിഴ്നാട് നാമക്കൽ ബോഡിയുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാവരും അധികം ലോക്കൊക്കെ ചെയ്യാതായിരിക്കും പോകുന്നത്. കാരണം അത് ഷട്ടറിടലും അതൊക്കെ പണി കൂടുതലാണ്. ഇതാകുമ്പോൾ എളുപ്പം ലോക്ക് ചെയ്യാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ സമയത്ത് ഇവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മൊബൈലും കാണത്തില്ല, ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കള്ളന്മാരുള്ളൊരു ഏരിയ ആണ് നമ്മളീ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി, അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഓടിയില്ല. രാത്രി കുറച്ച് ഓടിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ പകലാണ് ഓടുന്നത് കേട്ടോ. പകലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, രാത്രി റിസ്ക് ആണ് ഈ റൂട്ടിൽ. അപ്പോൾ പൂനെ റൂട്ടാണിത്. അത് റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് സൈഡാക്കി കിടക്കാന്ന്. അതെ അതെ, കടന്നുറങ്ങി കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു ഉറക്കവും കിട്ടും. പിന്നെ നമ്മള് പിന്നെ പേടിച്ച് രാത്രിക്ക് നമുക്ക് അതിൽ കൂടി പോകണ്ടല്ലോ. അതെ അതെ, കാരണം നമ്മൾ ഇതിൽ വരുമ്പോൾ ഇവിടെ എല്ലാം കത്തിയൊക്കെ വിൽക്കും കേട്ടോ. അതായത് വലിയ വാളൊക്കെ, ഈ മഹാരാഷ്ട്ര കയറുമ്പോൾ തന്നെ വാളൊക്കെ വിൽക്കും പഞ്ചാബികള്. വേറെ പഞ്ചാബി ലോറി ഇല്ലേ, പഞ്ചാബി ലോറി, അതിന്റെ അടുത്ത് ഒരുത്തരും എടുക്കത്തില്ല. പഞ്ചാബി ലോറിയുടെ കൂടെ പോയാൽ സേഫാ. എന്നുവെച്ചാല് അവരെ പേടിയാ, അവര് ഭയങ്കര സ്ട്രോങ് ആൾക്കാരല്ലേ പഞ്ചാബികളെ. ഇതിപ്പോ നമ്മളിപ്പോ വരുമ്പോ തന്നെ ഒരു 10-20 ആൾക്കാർ കണ്ടില്ലേ റോഡ് സൈഡിൽ നിന്നിട്ട്, ചെറിയ ചെറിയ കത്തികള്, വലിയ കത്തികള്, വലിയ വാള് ഒക്കെ വിൽക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ. അതെ, നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, ഇത് ഹോട്ടൽ സായി ഫാസ്റ്റ് ഫുഡ് AC ഡീലക്സ് നോൺ വെജ് അതൊക്കെ ഉണ്ട് കേട്ടോ. അത് എത്ര കിലോമീറ്ററാ? അത് ഇതിൽ കയറി പോണായിരുന്നു തോന്നുന്നു. അത് അവിടെ അല്ലല്ല, അതപ്പുറം അവിടെ നിന്ന് കയറാം. അവിടെ ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ? കഴിച്ചിട്ടാവാം ഇനി ബാക്കി യാത്ര. കുക്കിംഗ് നമ്മൾ മഴയുള്ളതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിനി കുക്കിങ്ങിനെ കുറിച്ച് നാളെ തീരുമാനിക്കാം. അപ്പോൾ നോക്കി നമ്മൾ തൊണ്ടേ വണ്ടി നിർത്തി ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് നിർത്തി കേട്ടോ. ഡോർ ലോക്ക് ചെയ്തോ? ഞാൻ ഞെക്കിയിട്ടുണ്ട്, ഞാൻ അടച്ചാൽ മതി. അപ്പോൾ എന്നാൽ കഴിക്കാം. ഇതുകൊണ്ട് ഇവിടെ നോക്കിയോ, അടിപൊളി ഒരു സ്ഥലം കേട്ടോ. പൂന്തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് നല്ലൊരു ഹോട്ടൽ കേട്ടോ. എന്ത് ഭംഗിയല്ലേ, അടിപൊളി ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ കൃഷി കാണാൻ വേണ്ടോ. അപ്പുറത്ത് ജമന്തി പൂവൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഹോട്ടൽ ഞങ്ങൾ കണ്ടപ്പോൾ നമ്മൾ നേരെ റോഡിൽ നിന്ന് അങ്ങ് സർവീസ് റോഡിലോട്ട് കയറ്റി. ആഹാ, നല്ലൊരു ഹോട്ടലാണല്ലോ. പീരങ്കിയൊക്കെ ഉള്ള ഹോട്ടലാണ് കേട്ടോ. സ്വന്തമായിട്ട് ഇതാ ഇവിടെ ഫുള്ള് കടലയുണ്ട്, അപ്പുറത്ത് നല്ല ജമന്തി പൂക്കളൊക്കെ ഉണ്ട്. ഫുൾ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ടാണേ. അതിൻ്റെ അടുത്തായിട്ട് ഹൈവേ ഒക്കെ ആയിട്ട് സൂപ്പർ. കഴിക്കാം. സമയം പയറും ഉണ്ട്. ശരി, ഇടയിൽ പയറ് ഇടവിളയാ. എല്ലാത്തരം കൃഷിയുണ്ട്. എന്നാ വാ കഴിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര? സൂപ്പർ ആയിരുന്നു അല്ലേ? ചേട്ടനും വലിയ ക്ഷീണമില്ല. അതെ, ഞങ്ങളും കുറച്ച്
വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ട്, വണ്ടി ഓടുന്നുണ്ട്. അതെ. പിന്നെ ജോൺസൺ മാഷും നല്ല ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളാണ്. എന്നാ ബാബു. അപ്പോഴേ ഇതാണ് നമ്മളെ ഫുഡ് കേട്ടോ. നമ്മൾ ചോറ് ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു, ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ വേറെ ഒന്നുമില്ല, ഇത് മാത്രമാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ പാവ് ബജി എന്ന് പറയത്തില്ല, അതുപോലെയൊക്കെ തന്നെയാണ്. വടാപ്പാവൊക്കെ പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ 2 വാങ്ങിച്ചു. എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. എങ്ങനെ ഇത് കഴിക്കുന്നത് അറിയോ? അത് കടലക്കറിയാണോ? മിച്ചറൊക്കെ ഇട്ടിട്ട്. ആണോ? നേരത്തെ കഴിക്കും. ഞങ്ങൾ 2 വാങ്ങിച്ചോളൂ. എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? ആണോ? പപ്പടം ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെ വരുന്ന പറഞ്ഞാൽ പപ്പടം, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. ബന്ന്, ജിലേബി, തക്കാളി അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ ഐറ്റംസ്. ഇത് പക്ഷേ ഇത് ഇങ്ങനെ കോരി, ഇത് ആരെങ്കിലും കഴിക്കുന്നത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ഇത് ബന്നിനകത്ത് വെച്ച് കോരി കുടിക്കാനോ? കുടിച്ചേ, കോരി കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഉച്ചത്തെ ആഹാരം നമ്മളെ സൂപ്പറാ. ഇത് നമ്മള് മറ്റേ ഇത് പാനിപ്പൂരി കഴിക്കുന്നില്ലേ? അതേ ടേസ്റ്റാ. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ജിലേബിയൊക്കെ ആയിട്ട് ഇത് കഴിച്ചു നോക്കാം. വെള്ളം അത് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് കറി ആ പാനിപ്പൂരി കഴിക്കാനാ, അതാ സംഭവം. അതിനകത്തോട്ട് നല്ല ചൂടുണ്ടല്ലേ. അങ്ങനെ കഴിക്കുന്നേ. അത് സാരല്ല, താഴെ ഓട്ടാവരുത്. എന്നിട്ട് പയ്യെ കഴിച്ചു നോക്കാം. നമ്മള് പാനിപ്പൂരി നമ്മള് കൊല്ലത്തുനിന്ന് കഴിക്കാറില്ലേ? അങ്ങനെ കഴിക്കണ്ട മാഷ. പക്ഷെ ഒരു പാനിപ്പൂരിയല്ലേ ഉള്ളൂ. കൊള്ളാവോ? നമുക്ക് അപ്പുറത്ത് ആരെങ്കിലും കഴിക്കുന്നതൊക്കെ നോക്കിയിട്ട് അതുപോലെ കഴിക്കാം കേട്ടോ. ബന്നിൽ മുക്കിയിട്ട് തൈരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഇന്നത്തെ ഉച്ചത്തെ ആഹാരം. വെറൈറ്റി ആഹാരമല്ലേ ഇത്. കഴിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടോ? നല്ല അടിപൊളി ഹോട്ടലാണ്. ഒത്തിരി ആൾക്കാർ കഴിക്കുന്നത്. നല്ല രസമുണ്ട്. ഒരു ട്രഡീഷണൽ സ്റ്റൈലൊക്കെ ഉള്ള കീപ്പ് ചെയ്തിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിക്കാം, അത്രേ ഉള്ളൂ. ഈ ബന്നെടുത്തിട്ട് ഇതിനകത്ത് മുക്കി തന്നെയാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത്. സംഭവം അടിപൊളി കേട്ടോ, കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. സത്യം ഇതൊക്കെ ഹെൽത്തിയാണ്. നമ്മൾ കേരളത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഹെൽത്തിയാണ്. ഒരുപാട് ചോറ് നമ്മൾ കഴിക്കുമല്ലോ. ടേസ്റ്റ് നമ്മളാണ്. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റാണ്. ഇത് ഇവിടുത്തെ ടേസ്റ്റ് കേട്ടോ, കൊള്ളാം. ലൈറ്റ് ആണ്. ഇവിടെ ആരും വയറ് നിറച്ച് ആഹാരം കഴിക്കത്തില്ല. ഞാനും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ. നല്ല സൂപ്പറാണ്. അതിൻ്റെ കൂടെ തന്നെ മോരും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കാണിക്കാൻ വിട്ടേ മോര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവരെണ്ണം കഴിച്ച് ഞാൻ 2ാമത് ഓർഡർ ചെയ്ത് കഴിക്കും കേട്ടോ. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. അതെ ഭൈ, ആപ്കാ നാം? जादव में देहान ओनर है इधर। अच्छा यूट्यूब में डालने का? हाँ यूट्यूबर, हम लोग यूट्यूबर। हाँ बाहर शूटिंग हो गया। അപ്പോൾ ഇവരെ നല്ല ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ തേടി വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിതുകൊണ്ട് നമുക്കൊരു പേപ്പറൊക്കെ തരും. നമ്മളിതിനകത്ത് നമ്മുടെ ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ എഴുതി കൊടുക്കണം. എല്ലാം കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വേണേൽ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാൾക്ക് 80 രൂപയുള്ളൂ നമ്മൾ കഴിച്ച ഫുഡിന്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നമ്മളെ ചാനലിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പൂനെക്ക് പോകുന്ന വഴിയാണ്, കൊലാപൂരൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് പോവാം. വണ്ടി കണ്ടെടുക്കും മാഷ എടുക്കാം. സമയം 3 മണിയായി. 3:45 ആ 3:45 നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആതിരക്കുട്ടി നമ്മളെ ഈ സീറ്റിൽ, ഞാൻ ഇപ്പുറത്ത് കയറിയിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ.
ഇത് നമ്മുടെ വണ്ടിയുടെ അകമല്ല നമുക്ക് അടിപൊളിയാക്കണം. ഈ ബെഡൊക്കെ അടിക്കണം അല്ലേ? ബെഡ് അടിച്ചാലേ അകമൊക്കെ സെറ്റപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സ്പേസും കിട്ടും, നല്ല രസമായിരിക്കും. ഇനി ഒരു 40 കിലോമീറ്റർ ആണ് സത്താര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്താൻ. സമയം വൈകിട്ട് 5 മണിയായി. മൊത്തത്തിൽ മഴയാണ്. മഴയും റോഡെല്ലാം സർവീസ് റോഡ് വഴി തന്നെയാണ് പോകേണ്ടത് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ നല്ല റോഡ്. പക്ഷെ എല്ലായിടത്തും ടോളുണ്ടല്ലേ? ടോളിന് മാത്രം ഒരു കുറവില്ല. ടോളിന് മാത്രം ഒരു കുറവുമില്ല. യാതൊരു കുറവില്ലാതെയാണ് ടോൾ എടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ ടോൾ കൊടുത്തിട്ടാണ് വന്നത്. നമ്മൾ ഈ മോശം റോഡാണെങ്കിൽ 390 രൂപ ടോൾ കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് പൈസ ഇങ്ങോട്ടാ തരേണ്ടത്. അതുപോലത്തെ റോഡിൽ കൂടി നമ്മൾ അത് സത്യം. എന്നിട്ട് അവര് ടോള് നമ്മളോട് മേടിക്കും. നമ്മളെ വണ്ടി നശിപ്പിച്ചിട്ട് അവര് നമ്മളെ പൈസ മേടിക്കുക. അതുകൊണ്ട് ഒരു വണ്ടി ഉണ്ടോ അടിച്ച് എനിക്ക് ടാറ്റയുടെ വണ്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ടാറ്റ തന്നെ റെഡി ആയിരിക്കും. എല്ലായിടത്തും പണി നടക്കുവാണ്. അപ്പൊ പണി തീർന്നിട്ട് പൈസ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എന്തേനാ ഇപ്പോഴേ അങ്ങ് വാങ്ങിച്ചു വെച്ചേക്കുവാ പണിയാൻ വേണ്ടിയുള്ള പൈസ. പണിയാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴേ മേടിക്കുന്നല്ലേ. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ അനുസരിച്ചേ പണി നടക്കുന്നുള്ളൂ. അതെ നല്ല അടിപൊളി മഴ കേട്ടോ. രക്ഷയില്ല നല്ല മഴയാ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ഒരു ചായ കുടിക്കാം. അത് നല്ല ഐഡിയ ആണ്. അത് വളരെ നല്ലൊരു മികച്ച ഒരു ഐഡിയ ആണ്. പക്ഷെ ഒരു ചായക്കട ഇറങ്ങി പോണ്ടേ? മഴയല്ലേ? ഇറങ്ങി പോണ്ടേ? അതല്ലേ മഴയല്ലേ? പിന്നെ എല്ലാം കൂടി നടക്കുവോ? അതാണ് ഒരു കുഴപ്പം. വണ്ടി ഓടി എത്തുന്നില്ലെങ്കിലും ഉണ്ടല്ലോ, ഭക്ഷണത്തിന് മാത്രം കുറയ്ക്കണ്ട. ഭക്ഷണവും ചായ ഓടിയും മസ്റ്റായിട്ട് നടക്കണം. വണ്ടി ഓടി എത്തുന്നത് രണ്ടാമതല്ലേ? ഭക്ഷണം ആദ്യം ഫസ്റ്റ്. അതെ അതെ. വണ്ടി അവിടെ ഓടി എത്തിക്കോളും. ഇപ്പൊ ഇച്ചിരി റോഡ് ഇച്ചിരി നന്നായി വരുന്നുണ്ടല്ലോ. കുറച്ചുപേരോടെ കാരണം ഇപ്പൊ ടോള് കൊടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ടോള് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ഇപ്പൊ ഇടയ്ക്കൊക്കെ 1-2 കേരള വണ്ടി പോയായിരുന്നു അല്ലേ? ആ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണോ? കണ്ടിട്ട് കേരള സ്ലോ ചെയ്യുന്നവിടെ അല്ലേ? പിന്നെ നമ്മള് പൈനാപ്പിളിന്റെ കുറെ വണ്ടി പോയി കേട്ടോ. പൈനാപ്പിൾ എക്സ്പ്രസ് എന്നൊക്കെ ഇടല്ലേ? പൈനാപ്പിളിന്റെ കുറെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. അത് ഈ റൂട്ടിലാ ഓടുന്നത്. അങ്ങനെ വലിയ വണ്ടിയൊന്നും കണ്ടിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ മലയാളികളുടെ വണ്ടിയാണ് നമുക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ? മലയാളികൾ കൂടുതൽ ആൾക്കാരും തമിഴ്നാട്ടിലും പിന്നെ മഹാരാഷ്ട്രയും ഒക്കെയാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മലയാളികളുടെ വണ്ടി തന്നെ ഏകദേശം കൂടുതൽ പിന്നെ പോകുന്നത്. നമ്മളപ്പോ നേരത്തെ അവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോ കണ്ടില്ലായിരുന്നോ? വണ്ടിയൊക്കെ വേറെ രജിസ്ട്രേഷൻ, പക്ഷേ മലയാളികളാ. എല്ലാത്തിനും ഡ്രൈവർമാര് മലയാളികളാണ്. അപ്പൊ എല്ലാവരും അത് പിന്നെ മലയാളിക്കാരുടെ തന്നെ അത് വണ്ടിയൊക്കെ. സംഭവം നമ്മുടെ നാട്ടില് ടാക്സ് ഒക്കെ കൂടുതലായിട്ടാണ് എല്ലാവരും അവിടെയൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുന്നത് വണ്ടിയെ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാതെ കാറ്റുണ്ട്. കാറ്റ് മഴയുണ്ട് കാറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് ഗ്ലാസ് തുറക്കുമ്പോഴാണ് അറിയുന്നത് വെളിയിൽ ഭയങ്കര കാറ്റാണ്. മഴയത്തൊരു പൂനെയാത്ര. അപ്പൊ ഇതൊന്നും നമ്മൾ വന്നിട്ടില്ലാത്ത റൂട്ടാണ്. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചാലും നമ്മൾ വന്ന തക്കാളി ഫുള്ള് പറിക്കാനായി കിടക്കുന്നുണ്ടോ? ശരിയാണല്ലോ. വീഡിയോയിൽ കിട്ടത്തില്ല. മഴയായതുകൊണ്ട് വീഡിയോയിൽ ഇടത് സൈഡ് ഫുള്ള് തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്താ നമുക്ക് സവാള കിട്ടണം. അത് വെറൈറ്റി ആയിരിക്കും. സവാള എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നമുക്ക് അത് കിട്ടുവാണെങ്കിൽ നമ്മൾ മാക്സിമം സവാള നോക്കുന്നുണ്ട് ലോഡ്. നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന ലോഡ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് വരാം. അതെ ഇന്ന ലോഡൊന്നുമില്ല. ഏത് കിട്ടി ആദ്യം കിട്ടുന്ന ലോഡ് എടുത്ത് വരാം. അത് പൂനെന്ന് കിട്ടത്തില്ലെന്നാ പറഞ്ഞത്. പൂനെന്ന് അഹമ്മദ് നഗർ പോകണം. പിന്നെ 200 കിലോമീറ്റർ കണ്ടേ നമ്മൾ കാലിക്ക് പോയിട്ട് ഞാൻ തിരക്കി നോക്കി. അപ്പൊ പറഞ്ഞു വെച്ചാല് അഹമ്മദ് നഗർ പോയിട്ട് കാലിക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് എടുക്കണം എന്നാ പറയുന്നത്. നോക്കാം എന്തായാലും. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ സത്താര എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടോ. ഇപ്പോഴാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല റോഡും ഒക്കെ കിട്ടിത്തുടങ്ങി. ഒരു 6 വരി പാതയൊക്കെ ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അടിപൊളി സ്ഥലമല്ലോ അല്ലേ? സൂപ്പർ സ്ഥലമാണ്. ഫുള്ള് മലകളാണ് കേട്ടോ. സത്താര ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. വൈകുന്നേരം ആയതുകൊണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചൊക്കെ വരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ സത്താരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സത്താരെത്തി. ആദ്യമായിട്ടല്ലേ വണ്ടി കൊണ്ട് നമ്മൾ ഇങ്ങോട്ട്. അതെ, അതുകൊണ്ട് ആദരവുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. പൂനെ 118. ഇനി 118 പൂന. നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നോക്കി പൂനെന്ന് പിന്നെയും പോകണം കേട്ടോ. നമുക്ക് 140 കിലോമീറ്റർ വരും. അതായത് പൂനെന്ന് ഒരു 20 കിലോമീറ്റർ എക്സ്ട്രാ നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ കമ്പനിയിൽ വിളിച്ചു. അപ്പോൾ നമ്മൾ രാത്രിയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ രാത്രി ആ കമ്പനിക്ക് ഒരു 5-10 കിലോമീറ്റർ ബാക്കിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ 8 മണിക്ക് വന്നാൽ എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് പയ്യെ പോയാൽ മതി കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പോയാൽ. പക്ഷേ കാഴ്ചകൾ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരുമ്പോൾ പകൽ വന്നാൽ നമുക്ക് ഇവിടുത്തെ ടണലും കാര്യങ്ങളൊക്കെ കിട്ടും. നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ രാത്രി ആയിരിക്കും ഓടി പോകുന്നത്. നല്ല പച്ചപ്പാണ്, നല്ല മലയും കാര്യങ്ങളും നോക്കി. അടിപൊളി അല്ലേ. നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന റൂട്ട്. ഇപ്പം നമുക്കൊരു ചായക്കട ഇട്ടിരുന്നെങ്കിൽ അടിപൊളി ചായക്കട കാണും. നമ്മള് ചായയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ നേരമായി. വല്ല ഓർമ്മയുണ്ടോ മനുഷ്യ? അതെ, ചായക്കട അന്നേരം നല്ല ചായക്കട കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ചായക്കടയിൽ റോഡ് സൈഡ് നമുക്ക് കിട്ടിയാൽ നമ്മൾ വണ്ടി ഒതുക്കാൻ പറ്റണ്ടേ. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ചായക്കടയാണോ? പിന്നെ ഇവിടുത്തെ ചായക്കടയിലെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് ചായക്കടയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ചായക്കടയാന്ന് പോലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്ലാസ്കിലല്ലേ ചായ തരുന്നത്. ഒരു ചായക്കടയ്ക്ക് ഇവിടെ ഒരു ഫ്ലാസ്കിന്റെ ആവശ്യമുള്ളൂ. വീട്ടിൽ നിന്ന് ആക്കി കൊണ്ടുവരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇറക്കുവാണെന്ന് തോന്നല്ലോ. കറക്റ്റില് അടിപൊളി കേട്ടോ. നോക്കിയാ അപ്പുറത്തൊക്കെ നോക്കി നല്ല പച്ചയും ആ മലയൊക്കെ വെട്ടിയിട്ടൊക്കെ ഉണ്ട്. റെയിൽവേ ട്രാക്ക് വല്ലതും ആണോ? മേളിൽ കൂടെ ട്രാക്ക് വല്ലതും ഉണ്ടോ? ഇല്ലേ, അത് അവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. റെയിൽവേ ട്രാക്ക് ഇല്ല. റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിൽ ലൈൻ കണ്ടേനല്ലേ പറഞ്ഞെ. ഇതെന്തോ ഇപ്പൊ നമ്മൾ സെറ്റാറായി. അടിപൊളി. ആ വണ്ടികളൊക്കെ വരുന്ന കാണാൻ തന്നെ നല്ല. അവിടെ നല്ല ഇത് പിന്നെ എന്തോ കല്ല് എടുത്താ കേട്ടോ. അവിടെ പാറ വെട്ടിട്ട് അവിടെ ഇതായി കുളമായതാ. പാറമടയാ അത്. പാറമട. ഈ ഭാഗം ഫുള്ള് വെട്ടിയിട്ടുണ്ട് കണ്ടോ. മുകളിലോട്ടൊക്കെ വെട്ടിയിട്ട് കണ്ടോ. ഫുള്ള് വെട്ടിയിരിക്കുക. ഇനി കേട്ടോ അങ്ങോട്ട്. കേറ്റാ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയത്തില്ല. വണ്ടി ഓടിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാക്കുള്ളൂ കേറ്റാണോ ഇറക്കുവാണോ. ഇപ്പൊ എത്ര ഗിയറിലാ പോകുന്നത്? ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലാ കയറുന്നുണ്ടല്ലോ. ഓ, നമ്മൾ വണ്ടി സർവീസ് കഴിഞ്ഞാൽ പിന്നെ വലിയൊക്കെ കൂടി. മറ്റേ ചിലപ്പോൾ രണ്ടാമത്തെ ഗിയറൊക്കെ പോകേണ്ടി വരുന്നുള്ളൂ ഇത്ര സമയത്ത്. ഇപ്പം തേർഡിലൊക്കെ അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അങ്ങോട്ട് കയറ്റോ. നല്ല കയറ്റോ. മോളി നോക്കിയതേ അവിടെ ഇതുണ്ടോ പശുവിനെ തീരുന്നുണ്ടോ? അതാ കുതിര മേളിലല്ലേ, മലയുടെ മേളില്. മാതിരി കാഴ്ച അറിയോ. പക്ഷെ അത് ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. നമുക്ക് നേരിട്ട് കാണാൻ വേറെ ലെവൽ കേട്ടോ. മേളിൽ ഒരാൾ പശുവും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടാ? അല്ലല്ല, സൂം ചെയ്യാലേ കിട്ടത്തുള്ളൂ. കണ്ടോ അവിടെ. നമുക്ക് ഇത്രയും സൂമിങ് ഉള്ളൂ. നമ്മളെ iPhone 13 നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 13 Pro Max ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൂം ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. അത് അടിപൊളി ഏരിയ അല്ലേ. അത് നോക്കി അതിന്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ അവരെങ്ങനെ ഏറ്റവും ടോപ്പിൽ അവരവിടെ നിൽക്കുന്നത്. അവര് മേളിൽ നിന്നുള്ള കാഴ്ച അടിപൊളിയായിരിക്കും. ഈ വണ്ടികളെല്ലാം ഇങ്ങനെ പോകുന്നില്ലേ റോഡിലെ കൂടെ. പശുവിനൊക്കെ മേയ്ക്കുന്ന പുൽമേട് പോലെ കേട്ടോ ഈ മല. അതിനകത്ത് മേളിൽ ആടും ഒക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിലെ ലോറി കൊണ്ട് ആദ്യമാ. കാറിൽ പോകുമ്പോ നമ്മൾ അറിയത്തില്ലല്ലോ. കാറിൽ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യൂ കിട്ടുന്നത് ലോറി പോകുമ്പോഴാണ്. അതെ കാറിൽ നമ്മൾ കുറച്ചുകൂടി താണിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അത്രയൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ലോറി പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഓരോ സ്ഥലങ്ങളെ നല്ല വൈഡായിട്ട് കാണാൻ പറ്റും. നല്ല പൊക്കത്തിരുന്ന് കാണുമല്ലേ നമ്മളെ. നമ്മൾ ഇത്രയും മേളിലോട്ട് കയറി. നമ്മൾ അറിഞ്ഞ പോലെ ഇല്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ അതിലേ കൂടി ഒരാൾ നടന്നു വരുന്ന നോക്കി. ആ പുൽമേട്ടിൽ കൂടി ഒരാൾ നടന്നു വരുന്നുണ്ടോ. ചെറിയ പുൽമേടുകളൊക്കെ കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് കേട്ടോ. ലോറി ആയതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര മെല്ലെ പോകുന്നത്. മെല്ലെ പോകുന്നതുകൊണ്ട് അത് ശരിയാണ്. നമ്മൾ ലോറിയിൽ മെല്ലെ പോകുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ. ഇനി ഇറക്കുവാൻ തോന്നല്ലോ കുത്തനെ. മൊത്തം കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു അടിപൊളി ചായക്കടയുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ല. നമുക്ക് അങ്ങനെ ഒതുക്കണ്ട. നമ്മളിപ്പോ ഒതുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്.
നമ്മളെ വേഗത അത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു ചായ കുടിക്കായിരുന്നു, പക്ഷെ നമ്മുടെ വണ്ടി ഒതുക്കി ചായ കുടിക്കാനുള്ള സ്ഥലമില്ല, ഒതുക്കാൻ പറ്റത്തില്ല. കണ്ടോ അതിലേക്ക് ആൾക്കാർ മുകളിലോട്ട് നടന്നു പോകുന്ന കേട്ടോ, ഈ മലയുടെ മുകളിലോട്ട്. ഇത്ര കയറ്റം അല്ലേ, ആള് കണ്ടോ ഇറങ്ങി വരുന്നുണ്ടോ. അടിപൊളിയായിരുന്നു. ഇപ്പൊ ഈ വന്നതില് ബെസ്റ്റ് ആയിരുന്നത്. നമുക്ക് വെളിച്ചത്തിൽ തന്നെ കാണാൻ പറ്റിയല്ലോ, അത് കാര്യം. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി പോകുന്നതാണ് സത്താര എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ സ്ഥലം കേട്ടോ. സത്താര എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഉണ്ടോ സിറ്റി എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സിറ്റിയാണ് കേട്ടോ. മലയുടെ അടിവാരത്തുള്ള സിറ്റി അല്ലേ. അത് നോക്കിയാൽ ചുറ്റിനും മല കേട്ടോ. അത് ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ കാണുന്നു എനിക്കറിയാൻ പോയി, എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അടിപൊളി. എന്തായാലും സത്താരയിൽ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സത്താര. പൂനെക്കും കോലാപ്പൂരിനും ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം സത്താര. ഇനിയിപ്പോ നമുക്ക് ചായ കുടിക്കാനേ നമുക്ക് ഈ ടൗൺ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ചായ കുടിക്കാം. അത്ര മതി. ഇപ്പൊ എന്തായാലും ഇരുട്ടാവാറായല്ലോ, ഇപ്പൊ ഇരുട്ടായിട്ട് ചായ കുടിക്കാം. അല്ല നമുക്ക് ഉള്ള ഇറക്കമാണെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡൗൺ ചെയ്ത് പോയതേ. നമുക്ക് ഇനിയിപ്പോ പിന്നെ വേഗം പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യമില്ല, നമുക്ക് നാളെ എന്തായാലും ലോഡ് ഇറക്കത്തുള്ളൂ. നമ്മളെന്തായാലും രാത്രി എത്തും അല്ലേ. രാത്രി എത്തും. നമുക്ക് പിന്നെ അവിടെ എന്തായാലും കുറച്ച് നേരത്തെ പാസ്സായി പോയേക്കാം. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തും. പിന്നെ നമുക്ക് നല്ല സുഖമായിട്ട് കടന്നുറങ്ങാലോ രാവിലെ വരെ. രാവിലെ എത്ര മണിക്കാ പിന്നെ കമ്പനി ഓപ്പൺ? 8 മണിക്ക് വരാനാ പറഞ്ഞത്. 8 മണിക്ക് കമ്പനി ഓപ്പൺ ആവുന്ന പറഞ്ഞ. അത് കണ്ടോ ബോർഡ് കണ്ടോ? സത്താര താഴോട്ട് ഇറങ്ങി പോകണം. പൂനെ നേരെ, മുംബൈ നേരെ. നമ്മളൊരു ലോറി പോകുമ്പോൾ നമ്മൾ കൂടുതലും ഔട്ടറിലേക്ക് കൂടെ ആയിരിക്കും പോകുന്നത്. എന്നാലും ഇത് ഏകദേശം സിറ്റിയുടെ ഏകദേശം ഭാഗത്തൂടെ ഒക്കെ തന്നെ പോകുന്നത്. സിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്ത് തന്നെയാണ്. ആ പാടെ ആതിരയ്ക്ക് ഒരു വിഷമേ ഉള്ളൂ. എന്താണ്, കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. കുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ആതിരക്കുള്ളത്. കാരണം ഇന്നലെ തൊട്ടേ അല്ലേ നീ പറയല്ലേ കുക്ക് ചെയ്യണം. ആതിരയുടെ വിഷമം മാത്രമല്ല, നമുക്കാണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കായിരുന്നു. ഈ ഹോട്ടലിലത്തെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനൊരു സൗകര്യം കണ്ടുപിടിക്കണം. എന്ന് പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് കുക്ക് ചെയ്യായിരുന്നു. രാത്രി പോകുമ്പോഴേ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിത്തെ ആഹാരം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നാളെ തൊട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങണം. നാളെ ലോഡ് ഇറക്കിയാൽ പിന്നെ ഫ്രീ ആയല്ലോ. നമുക്ക് അങ്ങനെ ചെയ്യാം. ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും 10-20 കാര്യമൊക്കെ പോകണ്ടേ. അത് ഈ മഴ കാരണമാണ് നമുക്ക് ഈ പറ്റാതെ പോയത്. ഇല്ലേ നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. ഇത് മഴയല്ലേ, ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നു. മഴ അതാണ് ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ പെയ്തങ്ങ് തീരത്തില്ല. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേയിരിക്കും മഴ. അങ്ങനെ പെയ്ത് തീരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെ പോട്ടെ. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ ആയി പറയുന്നത് കുക്ക് ചെയ്യണം നടക്കുന്നില്ല. അടുത്ത വീഡിയോയിലാണ് നമുക്ക് എന്തായാലും ചെയ്യാം. നല്ല ഇറക്കം തോന്നുന്നല്ലോ അല്ലേ. അതെ അതെ, കുറെ ദൂരം ഉണ്ട് ഇറക്കം. ഞങ്ങളുടെ കൂടെയുള്ള യാത്ര ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളൊരു ജോലി ചെയ്യുന്ന പോലെ ഇല്ലല്ലോ, നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു ടൂറൊക്കെ പോകുന്ന പോലെ. അതെ അതെ, നമ്മൾ സാധാരണ ഡ്രൈവറായിട്ട് പോകുന്ന പോലെ അല്ല അല്ലേ. അല്ല നമ്മള് ഒരു ടൂർ പോകുന്നവരൊക്കെ പോകണം. നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താലേ കാര്യമുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാലോ. മുംബൈ ഇവിടുന്ന് 271, പൂനെ 109 കേട്ടോ. സത്താരേന്ന് നമ്മളിപ്പോൾ ടണലിലോട്ട് കയറുവാണ് കേട്ടോ. പക്ഷേ ഈ റൂട്ടൊക്കെ പകല് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. നമ്മൾ വന്നപ്പോഴത്തേക്ക് രാത്രി ആയിപ്പോയി. ഡേഞ്ചറസ് കർവ് ആഫ്റ്റർ ടണൽ കേട്ടോ, ഗോസ്ലോ. ചെറിയൊരു ടണലാണ്. നമ്മൾ ടണലിലോട്ട് കയറി. നമ്മൾ ആകപ്പാടി വണ്ടി കൊണ്ട് കുതിരാൻ ടണലിലേ പോയിട്ടുള്ളൂ. ഇത് ഇച്ചിരി വെറൈറ്റി ആണല്ലോ. ഇതാ പാറയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ടണലിന്റെ പാറകളോ വെള്ളമൊക്കെ വീഴുന്ന കാണാം. വലിയ ടണലാണ് കേട്ടോ. നമ്മൾ പൂനെയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ടണലാണിത്. വെള്ളം വീഴുന്നുണ്ടോ മേളിൽ നിന്ന്?
ഈ സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നോണ്ട് ഈ തൂണുകൾ പോലെ തോന്നുന്നല്ലേ അങ്ങോട്ട്. അടിപൊളി. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ആയി ഫുള്ള്. ഈ ഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് ആയി. അപ്പൊ നമ്മൾ ടണലിലേക്ക് കൂടെ പാസ് ചെയ്യണം. നമുക്ക് പകല് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പകലെടുക്കാം കേട്ടോ. നമുക്ക് രാത്രി ആയതുകൊണ്ട് വലിയ രീതിയിൽ എടുക്കാൻ പറ്റില്ല, എന്നാലും നല്ല രസമുണ്ട്. ആ ഫുള്ള് പാറകൾ കണ്ടോ. ചെറിയ ടണലാട്ടോ. കൂടിപ്പോയ ഒരു നമ്മളെ കുതിരാന്റെ എത്രയേ ഉള്ളൂ. കുതിരാൻ എത്ര ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കുതിരാന്റെ എത്ര ഇല്ലെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ അകത്തേ കാണത്തുള്ളൂ. അപ്പൊ ഈ കണ്ടോ, ഇതാണ് അവർ പറഞ്ഞത്, ടണൽ കഴിഞ്ഞ ഉടനെ വളവാണ് കേട്ടോ. അപ്പൊ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് പോവും. ആഹാ സൂപ്പറല്ലോ. ശേടാ, ഇത് പകൽ ഇതുവഴി വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സുരേഷ് ഏട്ടൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ. സത്താര കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമുക്കത് ഇരുട്ടത്തൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതുവഴി തന്നെയല്ലോ വരുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാം കേട്ടോ. ടണൽ ക്രോസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇതുകൊണ്ട് ബ്ലോക്കായി. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത് കമ്പാട്ട്കി ടണൽ എന്ന് പറഞ്ഞ ടണലാണ് കേട്ടോ. കമ്പാട്ട്കി ഗാർഡ്സിലുള്ള ടണലാണ്. ഇനിയിപ്പോൾ ഫുള്ള് ബ്ലോക്കാണെന്ന് തോന്നുന്നു, കാരണം മഴയുമാണ്. കുഴപ്പമില്ല, വണ്ടി ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൊണ്ട് ഓരോരോ ബസ്സൊക്കെ കയറ്റി കൊണ്ടുപോകും. കാറുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ലെഫ്റ്റ് സൈഡില്. പോട്ടെ 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 പോട്ടെ. ആ കഷ്ടപ്പെട്ട് കയറിയിട്ട് അവിടെ ഫ്രണ്ടിൽ നിൽക്കാനല്ലേ, വേറെ മുമ്പോട്ടൊന്നും പോക്ക് നടക്കത്തില്ല. നീ കാറിന്റെ ഇടയിലേക്ക് കൂടെ കൊണ്ടുവരുവേ, അല്ല വണ്ടിയുടെ ഇടയിലേക്ക് കൂടെ കാർ എടുത്തോണ്ട് വരും. പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നത്. മഴയത്ത് ഇത് പകല് കണ്ടാലുണ്ടല്ലോ അടിപൊളി സീനറിയാണ്. ആ പോട്ടെ, അടുത്ത പ്രാവശ്യം ആവട്ടെ. ആ ചുമ്മാ അല്ല കേട്ടോ, ബ്ലോക്ക് ആയതുകൊണ്ടോ റോഡ് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത്. ലോറിയുമായി ഒരു ഓഫ് റോഡ് യാത്ര. പോട്ടെ പോട്ടെ, കുഴപ്പമില്ല റോഡ് അല്ലേ. ചെളിവിളി ആണെങ്കിലും വണ്ടി പോകുന്നുണ്ട്. എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ, അതൊക്കെ കൊണ്ടാണ് കേട്ടോ. നമ്മൾ പൂനെക്ക് അടുത്തെത്തിയപ്പോൾ വീണ്ടും നമുക്ക് ടണൽ കാണാൻ പറ്റും. പൂനെ ആവാറായി. നമുക്ക് പൂനെ ടൗണിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ഔട്ടറിലാണ് കേട്ടോ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത്. പകലാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല അടിപൊളി ടണലാണ്. ഇത് രണ്ട് സൈഡ് നല്ല രീതിയിലുള്ള ടണലാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടതാണ്. നോ ന്യൂട്രൽ, അപ്പോൾ ഇറക്കമായിരിക്കും കേട്ടോ. അതുകൊണ്ടല്ലേ നോ ന്യൂട്രൽ എഴുതിയിരിക്കുന്നത്. ആ ശരിയാ കേട്ടോ, ഇറക്കമുള്ള ടണലാണ്. അത് കൊള്ളാമല്ലോ, നമ്മൾ ഇറക്കമുള്ള ടണലിലാണ് പോകുന്നത്. അതൊരു വെറൈറ്റിയാ. ഈ സ്ഥലമൊക്കെ പകല് മിസ് ചെയ്യുന്നല്ലേ. വണ്ടർലയില് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇത് നല്ല വിശാലമായ ടണലാണ്. 3 വരി പാത, 6 വരി പാത. അപ്പൊ ഇത് ഇച്ചിരി വലിയ ടണലാ, പൂനെയിലെ ടണലാണിത്. സൂപ്പർ. തിരിച്ച് നമ്മള് സവാള എടുക്കാൻ നഗറിൽ പോകുന്നുണ്ട്. അപ്പൊ തിരിച്ച് ഇതുവഴിയാണോ വരുന്നതെന്ന് അറിയത്തില്ല. നഗറിൽ പോവാണെങ്കിൽ ഇതുവഴിയാണോ ഒന്നും അറിയത്തില്ല. അതൊക്കെ നമുക്ക് പിന്നെ അറിയിക്കാം. അത് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, ഇറക്കമുള്ള ഒരു ടണൽ. അങ്ങനെ നമ്മൾ ഇറങ്ങി പോവുകയാണ്. ഇനിയിപ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൊക്കേഷന്റെ കുറച്ചിപ്പുറത്ത് എത്തിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം അല്ലേ.